എന്താണ് ഇത്ര ഗഹനമായ ആലോചന? ഒന്നുമില്ല ഏട്ടൻ തമ്പുരാൻ. തിരുമേനിയുടെ കുഞ്ഞിനെ തിരിച്ചു കിട്ടി. പ്രതിഷ്ഠാ ചടങ്ങുകളും മുറ പോലെ പൂർത്തിയായി. പക്ഷെ ഒരു ചോദ്യം എന്നെ വല്ലാതെ അലട്ടുന്നു. ആദിത്യന് എന്ത് സംഭവിച്ചു? അങ്ങനൊരു വിഷമത്തിന് അടിസ്ഥാനമുണ്ടോ? നമുക്ക് പരിചിതരല്ലാത്ത രണ്ടുപേർ ക്ഷേത്രത്തിലെത്തി. കുഞ്ഞിനെ കാണാതായ അതേ നിമിഷം അവരെയും കാണാതായി. അപ്പൊ പിന്നെ മറ്റുള്ളവർ സംശയിക്കുന്നത് തന്നെ ആയിരിക്കില്ലേ യഥാർത്ഥ സത്യം? വിശ്വസിക്കാനാവുന്നില്ല. ആദിത്യൻ അങ്ങനെയുള്ള ഒരാളല്ല. എന്റെ മനസ്സങ്ങനെ പറയുന്നു. അപ്പൊ മാധുവിന്റെ കാര്യമോ? സഹതാപം തോന്നി ഏറ്റെടുത്തതും ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നതും പഞ്ചമി തന്നെയല്ലേ? തർക്കങ്ങൾ ഒഴിവാക്കൂ. എനിക്ക് തർക്കം പറയാൻ യോഗ്യത കുറവുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ രണ്ടുപേര് തെറ്റ് ചെയ്യുകയും അതിൽ ഒരാൾ മാത്രം നീതിമാനാണെന്ന് പറയുകയും ചെയ്യുന്നത് രാജധർമ്മം അനുസരിച്ച് ശരിയാണോ? മനസാക്ഷി എന്നൊന്നുണ്ടല്ലോ. പല തെറ്റും ശരിയും നമ്മൾ അത് വെച്ചല്ലേ വ്യാഖ്യാനിക്കുക. പുറപ്പെട്ടു പോയ രണ്ടുപേരെയും എവിടെയെങ്കിലും വച്ച് കണ്ടാൽ നമ്മുടെ സേനാധികളോ പ്രജകളോ വെറുതെ ഇരിക്കുന്നു തോന്നുന്നുണ്ടോ? വധിക്കാനും മടിക്കില്ല. അപ്പൊ പിന്നെ അവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്നതിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? നാടെങ്ങും ഒരു പുത്തൻ ഉണർവിലാണ്. ദേവീ ചൈതന്യം തിരിച്ചു കിട്ടിയതിന്റെ ആഹ്ലാദത്തിലാണ് എല്ലാവരും. ചെറിയൊരു തർക്കം പോലും അവരുടെ പ്രതീക്ഷകൾക്ക് കളങ്കം ചാർത്തും. കൊട്ടാരക്കെട്ടിലെ ചെറിയൊരു തർക്കം പോലും ജനങ്ങൾക്കിടയിലെത്തിയാൽ അവരുടെ മനസ്സിൽ എന്തു വലിപ്പത്തിലായിരിക്കും അവരത് കാണുന്നതെന്ന് ചിന്തിക്കൂ. ഞാൻ ഇതിൽ തർക്കിക്കാനില്ല. രണ്ടുപേരെയും ക്ഷേത്രക്കെട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ എന്റെ ഭർത്താവ് തടസ്സം നിന്നിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ നന്മ ആർക്കും മനസ്സിലാകാതെ പോയി. ഒരിക്കൽ കുറ്റം ചെയ്തവന് പിന്നെ സത്യം പ്രവർത്തിക്കാൻ നോക്കിയിട്ട് കാര്യമില്ലല്ലോ, അല്ലേ? ഞാൻ എന്തായാലും ഇനി ഒന്നിനുമില്ല. ഞാനായി എന്റെ പാടായി. പഞ്ചമി, നിന്റെ നന്മയെ ഏട്ടൻ തമ്പുരാൻ കാണാതെ പോയി. പക്ഷേ ഇപ്പൊ ഇത് അനുവദിച്ചു തരാൻ ബുദ്ധിമുട്ടാണ്. നാടെങ്ങും ദുരിതം അലയടിച്ചപ്പോൾ പ്രജാക്ഷേമ കാര്യങ്ങളിൽ വീഴ്ചകൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഇനി അതെല്ലാം തിരിച്ചു കൊണ്ടുവരണം. പ്രജാക്ഷേമ തൽപരനായി നമുക്ക് ഈ നാട് ഭരിക്കണം. അതിനൊരു പിന്തുണയാണ് നാം എല്ലാവരിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഞാൻ ഒന്നിനും ഒരു വീഴ്ചയും വരുത്തില്ല ഏട്ടൻ തമ്പുരാൻ. ചിലപ്പോൾ വല്ലപ്പോഴും ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോകുന്നുണ്ടെങ്കിൽ അത് വിട്ടേക്കൂ. ഒരു കാര്യം ഉറപ്പുണ്ട്, ആദിത്യൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. ദേവി മഹാമായ അങ്ങനെയാണ് എന്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്നത്. നല്ലത്. വരൂ, വന്ന് പ്രാതൽ കഴിക്കൂ. നിരാഹാരം ഒന്നിനും ഒരു പരിഹാരമല്ല. വരൂ അനുജത്തി. സുനന്ദനെ കാണുന്നില്ലല്ലോ. ഇനിയിപ്പോ വിത്ത് കിട്ടില്ലെന്നുണ്ടോ? ഏയ്, അനർഘദേശത്തെ തമ്പുരാൻ ആവശ്യമുള്ള വിത്ത് കൊടുത്തുവിടുവെന്നല്ലേ പറഞ്ഞത്? ആ ഉറപ്പിലല്ലേ തമ്പുരാൻ നമ്മളോട് പാടങ്ങളായ പാടങ്ങളെല്ലാം ഉഴുതിടാൻ പറഞ്ഞത്. ചിലപ്പോ വരാൻ താമസിക്കുന്നതാവും. ദൂരം ഉണ്ടല്ലോ. ദേശത്ത് ആകമാന പരിധിയിട്ടും ഒരു വിത്ത് പോലും ഇല്ലല്ലോ. എങ്ങനെ ഉണ്ടാവും? വറുതി കാലത്ത് കരുതി വെച്ച വിത്തെല്ലാം എല്ലാരും എടുത്ത് ഉപയോഗിച്ചില്ലേ? ഇനി ഇറക്കാൻ വിത്തെവിടെ? അതെ, ഒരു കാര്യമുണ്ട്. ദേശത്തെ തമ്പുരാൻ വാക്ക് മാറ്റി. വിത്ത് കൊടുത്തയച്ചില്ല. അയ്യോ, അതെന്താ? അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഉഴുതും കഴിഞ്ഞു. വിതയ്ക്കാനുള്ള ദിവസം എടുത്തു. പറഞ്ഞു കേട്ടത് ദേശമംഗലത്തിന്റെ ഇന്നത്തെ പ്രൗഢി അദ്ദേഹത്തിന് രസിച്ചിട്ടില്ല എന്നാണ്. അസൂയ തന്നെ. ഇനിയിപ്പോ എന്താ മാർഗം? കാര്യക്കാര് കൂടിയാലോചനക്കായി തമ്പുരാന്റെ അടുത്ത് പോയിട്ടുണ്ട്. അവിടുന്ന് ഇനി എന്തെങ്കിലും തീരുമാനം വരണം. അയൽദേശങ്ങളിൽ എവിടെ നിന്നെങ്കിലും വിത്ത് വന്നേ മതിയാവൂ. ഒരാള് സഹകരിക്കുന്നില്ലെങ്കിൽ കൃഷി ഇല്ലാണ്ടാവോ?
ഇതെന്താ എല്ലാവരുടെ മുഖത്തും ഒരു വിഷമം പോലെ? അമ്മ ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഇന്ന് കൃഷി ഇറക്കേണ്ട ദിവസാ. ദേശത്ത് വിത്തില്ലാത്തത് കൊണ്ട് അയൽദേശത്തെ വിത്തും കാത്തിരുന്നതാ ഞങ്ങൾ. അയൽദേശത്തെ തമ്പുരാൻ ഞങ്ങളെ ചതിച്ചു. വിത്ത് കൊടുത്ത് അയച്ചില്ല. വിത എറിഞ്ഞില്ലെങ്കിൽ വിളവുണ്ടാവില്ല. വിളവുണ്ടായില്ലെങ്കിൽ ദേശമംഗലത്ത് വീണ്ടും പട്ടിണിയാവും. അത് പാടില്ലല്ലോ. വിത്തല്ലേ പ്രശ്നം? ഇതൊന്ന് നോക്കൂ, വിതയ്ക്കാൻ പറ്റിയതാണോന്ന്. ഈശ്വരാ, നോക്കൂ. ഇത് നല്ല വിത്താ. സാധാരണ ഞങ്ങള് കരുതി വെക്കുന്നതിനേക്കാളും നല്ലതാ. അല്ല, ഈ ദേശത്ത് വിത്തില്ല, പിന്നെ അമ്മയ്ക്ക് ഇതെങ്ങനെ കിട്ടിയതാ? വിത എറിയുന്നതിന് ഇത്രയും ചോദ്യങ്ങളുടെ ആവശ്യമുണ്ടോ? അയൽ ദേശത്തെ ആയാലും ഇവിടുത്തെ ആയാലും മുളയ്ക്കുമെന്ന് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ വിതച്ചോളൂ. പ്രതിസന്ധികളിലാണല്ലോ സഹായം വേണ്ടി വരിക. നിങ്ങൾ നിങ്ങളുടെ ജോലികൾ ആരംഭിച്ചോളൂ. അല്ല, അമ്മയ്ക്ക് ഞങ്ങളിത് എങ്ങനെയാ തിരിച്ചു തരേണ്ടത്? നിങ്ങളെല്ലാം ദേശമംഗലത്ത് അമ്മയ്ക്കല്ലേ കൊടുക്കുന്നത്? ആ, വിളവിന്റെ ഒരു പങ്കും കൊടുക്കുന്നുണ്ടാവുമല്ലോ. ആ, അതുണ്ട്. എങ്കിൽ അത് മതി. വിത നടക്കട്ടെ. ആരാണിത്? ഇതൊരു സാധാരണ സ്ത്രീയല്ല. ആരായിരിക്കും അങ്ങനൊരു ശ്രേഷ്ഠയായ സ്ത്രീ? അറിയില്ല തമ്പുരാനെ, ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല. ഏതായാലും ഈ നാട്ടുകാരിയല്ല. ഈ നാട്ടിലെവിടെയും ഒരു മണി വിത്തില്ലല്ലോ. ദീപം കൊളുത്തിവെച്ച പോലെയായിരുന്നു. വല്ലാത്ത തേജസ്. നാട് ചോദിച്ചില്ലേ നിങ്ങൾ? ഇല്ല അമ്പുരട്ടി, വിത്ത് കിട്ടിയ സന്തോഷത്തിൽ അത് മറന്നുപോയി. ഏട്ടൻ തമ്പുരാൻ, കോവിലകങ്ങൾ പലതും ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അവിടെ എവിടെയെങ്കിലും നെല്ലറകൾ ഒഴിയാതെ കിടന്നിട്ടുണ്ടെങ്കിലോ? ഏയ്, ഇതെന്തോ മഹാത്ഭുതമാണ്. അങ്ങനെയാണ് നമ്മുടെ മനസ്സ് പറയുന്നത്. എല്ലാം അമ്മയുടെ കാരുണ്യം. അമ്മേ ഭഗവതി. തമ്പുരാൻ, ഉം. തമ്പുരാൻ, ഒരു മഹാത്ഭുതം നടന്നു. അത് തമ്പുരാനെ അറിയിക്കാൻ വേണ്ടി വന്നതാ. കേൾക്കട്ടെ. ഇതെന്റെ മക്കളാ. ഇവരൊന്നിച്ചാ ഗുരുകുലത്തിൽ പോയി വരുന്നത്. ഇന്ന് സമയമായിട്ടും കുട്ടികൾ വീട്ടിലെത്തിയില്ല. ഞാൻ വല്ലാതെ പരിഭ്രമിച്ചു. അന്വേഷിച്ചിറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും ഇവര് വരികയും ചെയ്തു. കുട്ടികളാവുമ്പോ ചിലപ്പോൾ വഴിയിൽ തങ്ങിയെന്ന് വരാം, കളികൾ കണ്ട് നിന്നെന്നും വരാം. ഇതിലെന്താണ് മഹാത്ഭുതം? തമ്പുരാനോട് പറഞ്ഞു കൊടുക്ക്. തമ്പുരാനെ, ഞങ്ങളെന്നും ഗുരുകുലത്തിന്ന് വരുന്ന പോലെ വന്നു. പക്ഷെ എത്ര നടന്നിട്ടും വഴി തീരുന്നില്ല. ഞങ്ങൾ എത്തപ്പെട്ടത് പരിചയമില്ലാത്തൊരു സ്ഥലത്താ. എത്ര ദൂരം നടന്നു എന്ന് തന്നെ അറിയില്ല. ഇതെങ്ങനെ? നമ്മൾ നേരായ വഴിയിലൂടെയാണല്ലോ നടന്നിരുന്നത്. നമ്മളെങ്ങനെ ഈ കാടിന്റെ നടുവിലെത്തി? അറിഞ്ഞൂടാ. അച്ഛൻ പറയുന്ന കേട്ടിട്ടുണ്ട്, ചിലപ്പോ ചില ദുഷ്ടശക്തികൾ നമ്മുടെ കാഴ്ച മറയ്ക്കുമെന്ന്. നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് നമ്മളെ എത്തിക്കുമെന്ന്. ഇനി അങ്ങനെ ആയിരിക്കും. എനിക്ക് പേടിയാവുന്നു. ഇനി ഇവിടെ നിന്ന് നമ്മൾ എങ്ങനെ പുറത്തു കടക്കും? വരൂ, നമുക്ക് മുന്നോട്ട് നടക്കാം. നമ്മൾ കാടിനകത്തേക്കാണോ അതോ പുറത്തേക്കാണോ നടക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല. എല്ലായിടവും ഒരുപോലെ ഇരിക്കുന്നു. നമുക്ക് വിളിച്ചു പോവിയാലോ? വേണ്ട, കാട്ടുമൃഗങ്ങളുണ്ടെങ്കിൽ അവ ശ്രദ്ധ ആകർഷിക്കും.
രക്ഷപ്പെടില്ല എന്ന് തോന്നുന്നു. ദേവി മഹാമായയുടെ നാമം ജപിക്കാം, എന്നിട്ട് നടന്നു നോക്കാം. അമ്മേ ഭഗവതി, 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 അമ്മേ ഭഗവതി. പേടിക്കണ്ട, അത് കുരങ്ങന്മാരാ. അമ്മേ ഭഗവതി, അമ്മേ ഭഗവതി, അമ്മേ ഭഗവതി, അമ്മേ ഭഗവതി, അമ്മേ ഭഗവതി, അമ്മേ ഭഗവതി, അമ്മേ ഭഗവതി. എനിക്ക് എന്റെ അമ്മയെ കാണണം. എങ്ങനെയെങ്കിലും വീട്ടിലെത്തണം. കരയല്ലേ, കരഞ്ഞ് ബഹളം ഉണ്ടാക്കല്ലേ. വല്ല മൃഗങ്ങളും കേട്ടാ ഓടി വരും. വാ. അമ്മേ ഭഗവതി, അമ്മേ ഭഗവതി, അമ്മേ ഭഗവതി. അമ്മേ ഭഗവതി, അമ്മേ ഭഗവതി, അമ്മേ ഭഗവതി, അമ്മേ ഭഗവതി, അമ്മേ ഭഗവതി, അമ്മേ ഭഗവതി, അമ്മേ ഭഗവതി. എന്തു പറ്റി? പേടിച്ചിരിക്കുന്നല്ലോ രണ്ടാളും. അമ്മ ആരാണ്? വിളിച്ചത് അമ്മയെന്നല്ലേ? അപ്പോൾ അമ്മ തന്നെ. ഞങ്ങൾ പാഠശാലയിൽ നിന്ന് തിരികെ വരായിരുന്നു. പെട്ടെന്ന് വഴിമാറിപ്പോയി. പിന്നെ എത്തിച്ചേർന്നത് ഈ കാട്ടിലാ. ദുർമന്ത്രവാദികൾ അങ്ങനെ ചെയ്യുമെന്ന് അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്നെ കണ്ടാൽ ദുർമന്ത്രവാദിനിയാണെന്ന് തോന്നുന്നുണ്ടോ? ചില പച്ചിലകൾ പറിച്ചെടുക്കാൻ വേണ്ടി കാട്ടിലേക്ക് എത്തിയതാ. അതുകൊണ്ടാണ് നിങ്ങളെ കണ്ടത്. രണ്ടുപേരെയും കാടിന് പുറത്ത് ഞാൻ എത്തിക്കാം. വരൂ. കുട്ടിക്കൊമ്പാ, കുട്ടികളെ പേടിപ്പിക്കരുത്, മനസ്സിലായോ? നമ്മൾ കാട്ടിൽ നിന്നും പുറത്തെത്തി കഴിഞ്ഞു. ഇനി പേടിക്കണ്ട കേട്ടോ. അമ്മയ്ക്ക് കാട്ടുമൃഗങ്ങളെയൊക്കെ അനുസരിപ്പിക്കാൻ അറിയാവോ? പരിചയമുണ്ടെങ്കിൽ ഏത് മൃഗവും നമ്മെ അനുസരിക്കും. വീട്ടിൽ പൈക്കിടങ്ങളില്ലേ? അതേ പൈക്കിടങ്ങൾ കാട്ടിലെത്തുമ്പോൾ അനുസരണം നഷ്ടപ്പെട്ട് അവരുടെ ലോകത്തെന്ന പോലെ നടക്കും. ഇപ്പോൾ വഴി മനസ്സിലായില്ലേ രണ്ടാൾക്കും? ഇനി പോകാലോ. ആപത്തിൽ നിന്ന് രക്ഷിക്കുന്നത് ദൈവങ്ങളാണല്ലേ? ദേവി മഹാമായയുടെ നാമം ചൊല്ലിയപ്പോഴാണ് അമ്മ ഞങ്ങളുടെ മുമ്പിൽ വന്നത്. ദേവി അയച്ചതാണല്ലേ? ദൈവം അങ്ങനെയാണ് കുട്ടികളെ. ആപത്തിൽ പെടുന്നവരുടെ മുന്നിൽ ഏതെങ്കിലും ഒരു വേഷത്തിലെത്തും. നാളെ ഇതുപോലെ അപകടത്തിൽപ്പെട്ടവരെ നിങ്ങളും കാണും. അപ്പോൾ നിങ്ങൾ അവരെ സഹായിക്കുക. അങ്ങനെയാണ് ദൈവം നിങ്ങളിലൂടെയും നന്മ ചെയ്യാൻ തീരുമാനിക്കുക. ചെല്ലുക. അമ്മയും അച്ഛനും ഒക്കെ നിങ്ങളെ കാണാതെ വിഷമിക്കുന്നുണ്ടാവും. നന്നായി വരട്ടെ. ചെല്ലുക. കുറച്ചു ദൂരം പോയിട്ട് ഞങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോ ആ യോഗിനി അവിടെ ഇല്ലായിരുന്നു. ആ യോഗിനി നമ്മളെ തൊട്ടപ്പോ പേടിയെല്ലാം പോയി. മനസ്സിന് വല്ലാത്ത ശാന്തതയായിരുന്നു. തമ്പുരാനെ, ഇതൊക്കെ ദേശമംഗലത്തമ്മയുടെ മഹത്വം തന്നെയല്ലേ? പണ്ട് കുഞ്ഞുങ്ങളെ പാഠശാലയിലേക്ക് അയക്കുമ്പോ നാഗേന്ദ്രനെയും സൈരന്ദ്രിയെയും പേടിക്കണമായിരുന്നു. ഇനിയിപ്പോ ദേശമംഗലത്തെ കുഞ്ഞുങ്ങളെ ദേവി ഭഗവതി കാത്തോളും. കേൾക്കുന്നതെല്ലാം സന്തോഷമുള്ള വർത്തമാനങ്ങളാണ്. നമ്മുടെ പ്രജകളെ സഹായിക്കാൻ പല ഭാവത്തിൽ ദേശമംഗലത്തമ്മ പുറപ്പെട്ടു വരുന്നു, അല്ലേ പഞ്ചമി? സംശയമില്ല. തമ്പുരാൻ വിജയിക്കട്ടെ. എന്താ ഇവിടെ? ദൂരെ നിന്ന് ദേശമംഗലത്തമ്മയെ തൊഴാൻ വന്നതാ തമ്പുരാനെ. ആയിക്കോട്ടെ. ദേശമംഗലത്തമ്മയാണ് നമ്മുടെ മോനെ നമുക്ക് തിരിച്ചു തന്നത്. മോൻ എന്താണ് പറ്റിയത്? വീടിനടുത്ത് കാടും പടലവും പിടിച്ചു കിടക്കുകയാണ്. കളിക്കാൻ ഇറങ്ങരുത്, ഇഴജന്തുക്കൾ ഉണ്ടാകുമെന്ന് പലതവണ പറഞ്ഞതാണ്.
ഇവൻ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഒരു നിലവിളിയാ കേട്ടത്. ഓടിച്ചെന്ന് നോക്കുമ്പോ മോൻ നിലത്ത് വീണ് കിടക്കുന്നു. പാമ്പിഴഞ്ഞു പോകുന്നതും കണ്ടു. എന്നിട്ട് പറയാൻ തമ്പുരാട്ടി. രക്ഷിക്കണേ തമ്പുരാ. വൈദ്യൻ തമ്പുരാ, ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വായോ. അടിയങ്ങളുടെ മോന് പാമ്പ് കടിയേറ്റ്. ഒന്ന് വന്നാലും വേഗം വാ. അടിയങ്ങളുടെ മോനെ പാമ്പ് കടിച്ച അവിടുന്ന് രക്ഷിക്കണം. വേണ്ട, അവിടെ നിന്നാൽ മതി. തമ്പുരാനെ അടിയങ്ങളെ രക്ഷിക്കണം. ആകെയുള്ള ഒരു കിടാത്തനാണ്. പാടത്തൂടെ നടക്കുമ്പോ പാമ്പ് കടിച്ചു. അത് മൂർഖം പാമ്പാ തമ്പ്ര. പാമ്പ് ഏതാണെന്ന് നിശ്ചയിച്ചെങ്കിലേ ചികിത്സയും സ്വയം നിശ്ചയിക്കാറുന്നില്ലേ? അങ്ങനെ പറയരുത് തമ്പ്ര. ഇക്കരയിലെ നാഗദൈവങ്ങളെ വിളിച്ചു വരുത്താൻ കഴിവ് അങ്ങേക്ക് മാത്രമേ ഉള്ളൂ. ഒന്ന് നോക്കണം തമ്പ്ര. തമ്പുരാന് കോടി പുണ്യം കിട്ടും. നമുക്ക് വേറെ ആരുമില്ല തമ്പുരാ. എന്തേലും ഒന്ന് ചെയ്യാം ബ്ര. ഞങ്ങളുടെ കിടാത്തനെ ഒന്ന് തൊടു തമ്പ്ര. തൊടാനോ? നല്ല കാര്യായി. എന്നെ സമാജത്തിൽ നിന്നും പുറത്താക്കാനാണോ നിങ്ങളുടെ മനസ്സിലിരിപ്പ്? അയ്യോ തമ്പ്ര. സാധാരണ നിങ്ങൾ ചികിത്സ തേടി പോകുന്നത് ഗോത്രവർഗക്കാരുടെ അടുത്തല്ലേ? അപ്പൊ അവിടെ എത്തും നോക്ക, അല്ലെങ്കിൽ വിധി. അയ്യോ തമ്പ്ര പോവല്ലേ. ബഹളം ഉണ്ടാക്കണ്ട. തൊടില്ല, ഞാൻ കൊണ്ടുപോയിക്കോളൂ. അയ്യോ തമ്പ്ര. ഗോത്രവർഗക്കാരുടെ അടുത്ത് മോനെ എത്തിക്കാൻ പറ്റുമോ? നമുക്ക് പോയി നോക്കാം. അതുവരെ നമ്മുടെ കിടാത്തനെ കാത്തോളേന്ന് ഭഗവതിയോട് പ്രാർത്ഥിക്കും. ദേവി, അയ്യോ മോനെ. അയ്യോ കുഞ്ഞനങ്ങുന്നില്ലല്ലോ. അയ്യോ മോനെ. അയ്യോ മോനെ. 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 അയ്യോ നമ്മുടെ മോൻ പോയി. അയ്യോ ശ്രീരാമ സൗമിത്രി ജടായുവേദ ഷടാനനാദിത്യ കുജാർച്ചിതായ ശ്രീനീലകണ്ഠായ ദയാമയായ ശ്രീവൈദ്യനാഥായ നമഃ ശിവായ. എന്തു പറ്റി? പാമ്പ് കടിച്ചതാണ്. വൈദ്യതമ്പ്രാന്റെ അടുത്ത് പോയിട്ട് തൊട്ടുപോലും നോക്കിയില്ല. ഞങ്ങളുടെ കുഞ്ഞു പോയി. വൈദ്യം മനുഷ്യനെ രക്ഷിക്കാനല്ലേ? ഞങ്ങൾ മനുഷ്യന്മാരല്ലേ? ഇത് കണ്ടില്ലേ? കരയാതിരിക്കൂ, ഇദ്ദേഹം ഒരു ലാടവൈദ്യനാണ്. അയ്യോ എന്റെ കുഞ്ഞു പോയി. മോനെ കണ്ണു തുറക്കുമോനെ. മോനെ എന്റെ കുഞ്ഞിന്റെ ജീവൻ പോയി വൈദ്യരെ. നാം അറിയാതെയോ? നോക്കട്ടെ. ഗംഗാപ്രവേന്ദു ജടാധരായ വിലോചനായ സ്മരകാലഹന്ത്രേ സമസ്തദേവൈരവിപൂജിതായ ശ്രീവൈദ്യനാഥായ നമഃ ശിവായ. മഹാദേവ 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 മഹാദേവ. ദൈവനാമം ചൊല്ലിക്കോളൂ, നമുക്ക് നോക്കാമല്ലോ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. നമഃ ശിവായ. ശിവായ. എന്റെ പൈതലിന്റെ ജീവൻ തിരിച്ചു തരണേ. നമഃ ശിവായ. നമഃ ശിവായ. നമഃ ശിവായ. മോനെ ഉണരൂ. ഉണരൂ. നിന്റെ അച്ഛനും അമ്മയും നിന്നെ കാണാൻ കാത്തിരിക്കുകയാണ്. ഉണർന്നോളൂ.
മോനെ എണീക്ക് മോനെ. എണീക്ക്. ഈശ്വരാ. ആയുസ് ഇനിയും ഏറെ ബാക്കിയുണ്ട് കുഞ്ഞിന്. ഒന്നും സംഭവിച്ചില്ല. ഞങ്ങളുടെ ജീവനെടുക്ക് എന്ത് വേണമെങ്കിലും തരാം. എന്റെ മോനെ രക്ഷിച്ച നിങ്ങൾ ദൈവങ്ങളാണ്. നിങ്ങളെ ഞങ്ങൾ കണ്ടില്ലായിരുന്നെങ്കിൽ ഇവൻ പോയ ദുഃഖത്തിൽ ചങ്കു പൊട്ടി ചത്തേനെ. അങ്ങനെയൊന്നും പറയാതിരിക്കൂ. എല്ലാം വിധി അനുസരിച്ചേ നടക്കൂ. സർപ്പദംശനമേറ്റത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളെ തൊടാൻ മടിച്ചവർക്കും ആ വിധി ബാധകമാണ്. ഇനി പൊയ്ക്കോളൂ. ഓ വേണ്ട, അവൻ നടന്നോളും. നാവിലുള്ള ദൈവനാമമാണ് ഇവനെ രക്ഷിച്ചത്. അത് കൈവിടാതിരിക്കുക. ഒരുപാട് നന്ദിയുണ്ട്. പൊയ്ക്കോളൂ.